നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പറ്റം വിദ്യാർത്ഥികൾ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്വാതന്ത്ര്യവും അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് എതിരെ സംസാരിക്കാൻ ശബ്ദമുയർത്താൻ തീരുമാനിച്ചു. രാജ്യം കണ്ടിട്ടില്ലാത്ത തരത്തിൽ വളരെ വ്യത്യസ്ത തരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് പിന്നീട് നമ്മൾ ഡൽഹി ജന്തർ മന്ദിറിന് മുൻവശത്ത് കണ്ടത്. ആഴ്ചകളോളം നീണ്ടുനിന്ന സമരപന്തലിലേക്ക് അപ്രതീക്ഷിതമായി പല കോണിൽ നിന്നും ഭക്ഷണമടക്കം എത്തുന്നു. കേന്ദ്ര സർക്കാർ അവസാനം മുട്ടുമടക്കേണ്ടി വന്ന കാഴ്ചകൾ. പക്ഷേ അത്തരമൊരു സമരത്തിനിടയിലേക്ക് നിരവധി സാമൂഹിക വിരുദ്ധരുടെ നുഴഞ്ഞുകയറ്റമുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അത്തരമൊരു നുഴഞ്ഞുകയറ്റത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ യഥാർത്ഥത്തിൽ ആ സമരത്തിന് വേണ്ടി എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ തീവ്രവാദിയായി ചാപ്പകുത്തുന്നതും പിന്നീട് അവരെ അധിക്ഷേപിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നു. അതായത് അവിടെ ജന്തർ മന്ദിറിലെ സമീപത്ത് അവിടെയുള്ള വിദ്യാർത്ഥികൾക്കടക്കം ഭക്ഷണം കൊണ്ടു നൽകിയ ഒരാളെ അയാൾക്ക് എങ്ങനെ ഇത്രയും വലിയ പണം ലഭിച്ചു എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലൊരു വാർത്ത പുറത്തു വരികയാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അയാളുടെ പേരാണെന്നാണ് തോന്നുന്നത്. അതായത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രം അയാളെ തീവ്രവാദിയായിട്ട് ചാപ്പകുത്താൻ ശ്രമിക്കുന്ന ഒരു പറ്റം സമൂഹം ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഡൽഹി ജന്തർ മന്ദിറിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധത്തിൽ മുൻനിരയിൽ വീഡിയോകളിലും മറ്റൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഉത്തർപ്രദേശ് സ്വദേശി ഗാസിയാബാദ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ജുനൈദിനെ സംബന്ധിച്ച് വളരെ ദുർഘടമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വെറുമൊരു സാധാരണക്കാരനായിട്ടുള്ള അദ്ദേഹം 49 ദിവസം നീണ്ടുനിന്ന പ്രക്ഷോഭത്തിൽ ഭക്ഷണം എത്തിച്ചു എന്നുള്ളതാണ് പലരുടെയും സംശയം. എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് ഇത്രയും പണം ചിലവിട്ടുകൊണ്ട് ഇത്രയും ആളുകൾക്ക് ഇത്രയും ദിവസം ഫുഡ് എത്തിച്ചു നൽകാൻ പറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും പ്രതിഷേധക്കാരുടെ പ്രിയപ്പെട്ട ജുനൈദ് ഭായ് ഈ സമരത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന മുഖങ്ങളായി അന്ന് മാറിയെങ്കിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നവരുടെ മാറ്റി നിർത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഗാസിയാബാദിലെ നഹൽ ഗ്രാമവാസിയായ ജുനൈദ് CJPയിൽ ഔദ്യോഗിക പദവികളൊന്നും വഹിക്കുന്ന ആളല്ല. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും പ്രതിഷേധക്കാർക്കും ഭക്ഷണവും കുടിവെള്ളവും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുക എന്നുള്ള സന്നദ്ധ പ്രവർത്തനമായിരുന്നു അദ്ദേഹം നൽകിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ സംശയ മുനകളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്, ചൂണ്ടുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഡൽഹിയിൽ തമ്പടിച്ച നൂറുകണക്കിന് പ്രതിഷേധക്കാർക്ക് ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ള അദ്ദേഹത്തിന്റെ ചുമതല എങ്ങനെ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തതിന്റെ പേരിൽ ഉത്തർപ്രദേശിലെ കുടുംബം ഇപ്പോൾ പോലീസിന്റെ ഭീഷണിയിലും പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ ഉയരുകയാണ്. ജുനൈദ് തന്നെ വാർത്തകളിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും പേർക്ക് ജുനൈദ് ഭക്ഷണം ഒരുക്കിയത് എന്നാണ് പോലീസിനും അറിയേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭരണകൂടം പോലും ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ജുനൈദിന്റെ ഗാസിയാബാദിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും പിതാവ് മുസ്തഫയെ കൊണ്ടുപോവുകയും ബാങ്ക് പാസ്ബുക്കുകളും പാൻ കാർഡുകളും അടക്കമുള്ള രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആരോപണം. ഡൽഹിയിലെ സമരസ്ഥലത്ത് നിന്ന് മകനോട് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് സമ്മർദ്ദം ചെലുത്തിയതായും മീററ്റിലെ ബന്ധുക്കൾക്ക് പീഡനം നേരിടേണ്ടി വന്നതായും സഹോദരിയും വ്യക്തമാകുന്നു. എന്നാൽ പോലീസ് ഈ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സമരത്തെ പിന്തുണയ്ക്കുന്നവരെ ഭീഷണിപ്പെടുത്തി പ്രക്ഷോഭം പൊളിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് CJP വക്താക്കൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നത്. ഇതോടെ സംഘടന ജുനൈദിന് പിന്നിൽ ശക്തമായി നിലയുറയ്ക്കുകയും അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് വിവരങ്ങൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരവും കേസുകൾ പിൻവലിക്കലും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതോടെ കഴിഞ്ഞ 25-നാണ് 49 ദിവസം നീണ്ടുനിന്ന സമരം അവസാനിച്ചത്. ശാരീരികമായി പ്രക്ഷോഭം അവസാനിച്ചുവെങ്കിലും ജന്തർ മന്ദിറിലെ സമരങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ച ജുനൈദ് ഇനി വെറുമൊരു സാധാരണ സന്നദ്ധ പ്രവർത്തനമല്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രധാന വേദിയിൽ നിൽക്കാതെ തന്റെ കഴിവിന് ഉപരിയായി സമരത്തെ നെഞ്ചിലേറ്റിയ സാധാരണക്കാരുടെ പ്രതീകമായി ജുനൈദ് ഭായ് എന്ന പേര് ചരിത്രത്തിൽ ഇടം പിടിക്കുമ്പോൾ മറുവശത്ത് അയാൾ ആക്രമിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ.
അതേസമയം CJPയുടെ ഇത്തരം പ്രതിഷേധത്തിനെ പിന്തുണച്ച പലരും വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. അതിന്റെ മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഡൽഹിയിൽ നടന്ന CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയ മുംബൈയിൽ നടന്ന പ്രതിഷേധത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരാളായിരുന്ന ആ ഒരു മോഡലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. മഴയത്ത് പോലീസ് വാൻ തടഞ്ഞ് രംഗത്ത് വന്ന യുവതിയാണ് ഇപ്പോൾ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധത്തിനിടെ കസ്റ്റഡിയിലെടുത്ത സമരക്കാരുമായി പോയ പോലീസ് വാൻ യുവതി തടഞ്ഞു നിർത്തിയിരുന്നു. 27-കാരിയായ റിയ യാദവ് എന്ന് പറയുന്ന മോഡൽ ഇതിന്റെ പേരിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നാലെ അവർ വളരെയേറെ പ്രശംസ നേടിയപ്പോൾ ഇപ്പോഴും പലരും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ സോഷ്യൽ മീഡിയയിൽ വഴി അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസിന്റെ സൈബർ സെല്ലിനെ സമീപിച്ച് ഇപ്പോൾ യുവതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജൂലൈ 22-ലെ സംഭവത്തിനു ശേഷം തുടർച്ചയായി തന്നെ ഭീഷണിപ്പെടുത്തൽ, അപകീർത്തിപ്പെടുത്തൽ, സ്ലട്ട് ഷെയ്മിംഗ് എന്നിവയുണ്ടാകുന്നു എന്ന് യുവതി തുറന്നടിക്കുന്നു. ഇപ്പോൾ ഇത് ഓൺലൈനിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് തുടർന്നാൽ ഇനിയും വളരുമെന്നും എൻ്റെ മാതാപിതാക്കളെ ഇത് ബാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും റിയ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം സമരക്കാർക്കിടയിലേക്ക് സാമൂഹിക വിരുദ്ധർ കയറിക്കൂടി എന്നതിൽ യാതൊരു സംശയവുമില്ല. നല്ല മനസ്സോടുകൂടെ അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടെ സമരം ചെയ്യാൻ എത്തിയ വിദ്യാർത്ഥികളെ അടക്കം പറ്റിച്ചുകൊണ്ട് ഒരുപാട് പേർ ഇത്തരത്തിൽ കയറിക്കൂടിയിട്ടുണ്ടെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തവരിൽ കൊലപാതകം, ലൈംഗിക അതിക്രമ കേസുകൾ ഉൾപ്പെടെയുള്ളവ ഉണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. ക്രിമിനൽ റെക്കോർഡുള്ള 2900-ൽ അധികം പേരെ തിരിച്ചറിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഡൽഹി പോലീസിന്റെ AI സർവൈലൻസ് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിലൂടെയായിരുന്നു ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയത്. ഡൽഹി പോലീസിന്റെ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സിസ്റ്റം, ക്രൈം കുട്ട്ലി ഡാറ്റാബേസ് എന്നിവ ഏകീകൃത ബയോമെട്രിക് ക്രിമിനൽ ഡാറ്റാബേസ് അഥവാ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ജനപ്രിയ മീഡിയ ഫോർമാറ്റിന്റെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ പട്ടികകൾ എന്നിവ ഉൾപ്പെടെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു പരിശോധന നടത്തിയത്. ഡൽഹിയിലെ ഔട്ടർ ഡൽഹി, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്, റെയിൽവേസ് തുടങ്ങിയിട്ടുള്ള ജില്ലകളിലെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ സമരത്തിനെത്തിയതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 2873 പേരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിൽ 989 പേർക്ക് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നാണ് പോലീസും പറയുന്നത്. കൊലപാതകം മുതൽ ലൈംഗിക അതിക്രമ കേസുകളിൽ വരെയുള്ള ആളുകളാണ് സമരത്തിനെത്തിയത് എന്നുള്ള ആക്ഷേപവും ഉണ്ട്. വധശ്രമ കേസുകളിൽ 62 പേരും, കവർച്ച, കൊള്ള കേസുകളിൽ ഉൾപ്പെട്ട 284 പേരും, പിടിച്ചുപറി കേസുകളിലെ 135 പേരും, ബലാത്സംഗ കേസ് പ്രതികളായിട്ടുള്ള 61 പേരും, പീഡന കേസുകളിൽ ഉൾപ്പെട്ട 25 പേരും, പോക്സോ കേസുകളിലെ പ്രതികളായിട്ടുള്ള 6 പേരും, 229 പേർ ആയുധ നിയമപ്രകാരം കേസുകൾ ഉള്ളവരാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. 67 പേർക്ക് NDPS നിയമപ്രകാരം കേസുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ആവർത്തിച്ച് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും പട്ടികയിലുണ്ട്. കവർച്ച, അതുപോലെ തന്നെ കൊള്ള കേസുകളിലെ പ്രതികളിൽ 155 പേർ വിവിധ കേസുകളിൽ കുറ്റവാളികളാണ്. ഇവരിൽ 31 പേർക്ക് 10-ലധികം കേസുകൾ. പ്രതിഷേധ സമയത്ത് ആക്രമണം സൃഷ്ടിക്കുക, വാഹനങ്ങൾക്ക് നാശനഷ്ടം വരുത്തുക, സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംഘർഷമുണ്ടാക്കുക എന്നീ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഈ പ്രതികളുടെ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആവർത്തിച്ച ആക്രമണ കേസുകളിൽ ഉൾപ്പെട്ടവർ ഒരുമിച്ചെത്തുന്നത് ചെറിയ സംഘർഷങ്ങൾ പോലും വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ അടക്കം പുറത്തു വരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഇവരെ ആരാണ് ഇത്തരത്തിൽ എത്തിച്ചത് എന്നതടക്കമുള്ള അന്വേഷണവും ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം രാജ്യതലസ്ഥാനത്തെ CJP പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും സമരക്കാർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത FIR-കൾ പിൻവലിക്കും വരെ അവർക്കെതിരെ തുടർ നടപടികളും പ്രതികാര നടപടികളും ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അത്തരമൊന്ന് ആവർത്തിക്കുകയാണെങ്കിൽ കോക്രോച്ച് ജനതാ വക്താവ് ഇനിയും സമരമുണ്ടാകുമെന്നുള്ള സൂചനകളാണ് നൽകുന്നത്.